BTV. Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam. ഒലീവ യൂറോപ്പിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇതിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അസ്സൈത്തൂൻ എന്ന പേരിലാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ഉയരം കുറഞ്ഞ വൃക്ഷമാണ് ഒലീവ് വൃക്ഷം. ഇതിന്റെ കമ്പാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇത് നട്ടുപിടിപ്പിച്ച് 2-ാം വർഷം മുതൽ ഫലം ലഭിച്ചു തുടങ്ങും. ഇതിന്റെ കായ് പഴുത്താൽ പഴമായും പച്ചയിൽ അച്ചാറിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ തണ്ടിൽ നിന്നെടുക്കുന്ന കറയാണ് ഒലീവ് ഓയിൽ അഥവാ സെയ്ത്ത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ധാരാളമായും ഇറ്റലി, സ്പെയിൻ, തുർക്കി, മൊറോക്കോ, തുണീഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. തണുപ്പ് കാലത്ത് ഇലകൾ കൊഴിയുന്ന ഈ വൃക്ഷത്തിന്റെ കായും എണ്ണയും ഒരു നല്ല ഔഷധവും കൂടിയാണ്. ഒരു മരത്തിൽ നിന്ന് ശരാശരി 10 മുതൽ 25 കിലോ വരെ പഴങ്ങളും 10 മുതൽ 15% വരെ എണ്ണയും ലഭിക്കും. എണ്ണയുടെ ഉപയോഗം ചർമ്മത്തെ മൃദുലമാക്കാനും ശാരീരിക വേദനകളെ അകറ്റാനും കുടൽ പുണ്ണിനും ആശ്വാസമേകുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, വാതരോഗത്തിന്, ക്ഷയത്തിന് ഇവ ഉത്തമമായി ഗണിക്കപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വാതരോഗത്തിനും ക്ഷയരോഗത്തിനും ഇത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒലീവെണ്ണ അതുകൊണ്ട് ശരീരം തിരുമ്മുക, അനുഗ്രഹീത വൃക്ഷമാണ്. വിളക്ക് കത്തിക്കാനും ഈ എണ്ണ ഉപയോഗിക്കുന്നു. വെളിച്ചത്തിനുമേൽ വെളിച്ചം എന്ന് ഖുർആനിക പരാമർശം ശ്രദ്ധേയമാണ്. 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 35-ാമത്തെ വചനം പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.